ഹായ്, എൻ്റെ പേര് ഹാരിഷ. സർട്ടിഫൈഡ് വെൽനസ് കോച്ച് ആണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ലോക മുസ്ലിങ്ങളെല്ലാം ഒരു മാസക്കാലം നോമ്പ് അനുഷ്ഠിക്കുന്ന റമദാൻ വന്നിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് നോമ്പെന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ നോമ്പെടുക്കുന്ന ഈ ഒരു മാസക്കാലം എന്ന് പറയുമ്പോൾ ആത്മീയമായിട്ട് ഒരുപാട് ഉന്നതിയിലേക്ക് എത്താൻ ഓരോരുത്തരെ കൊണ്ട് സാധിക്കുമെങ്കിലും അതോടൊപ്പം ശാരീരികമായ ഒരുപാട് ഗുണങ്ങൾ ഈ ഒരു മാസത്തെ വ്രതം കൊണ്ട് നമുക്ക് ലഭിക്കുന്നുണ്ട്. അത് നമ്മൾ നമ്മുടെ ജീവിതശൈലിയിലും ഭക്ഷണ രീതിയിലും കൃത്യമായ ക്രമീകരണം വരുത്തിയാൽ മാത്രമേ കറക്റ്റ് ആയിട്ടൊരു ആരോഗ്യം നമുക്ക് ഈ ഒരു മാസത്തിൽ നേടാൻ പറ്റുള്ളൂ. നോമ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന അത്തായം മുതൽ നോമ്പ് തുറക്കുന്ന ഇഫ്താറും അതിന്റെ ശേഷമുള്ള രാത്രി ഭക്ഷണം അടക്കം എല്ലാ കാര്യങ്ങളും ഉറക്കടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി ശ്രദ്ധിച്ചാൽ മാത്രമേ ഒരു ആരോഗ്യകരമായ ഒരു നോമ്പ് നമുക്ക് ഈ ഒരു മാസത്തിലൂടെ നമുക്ക് എത്തിപ്പിടിക്കാൻ സാധിക്കുള്ളൂ. ഇവിടെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരുപാട് പേർക്കുള്ള ഒരു പ്രോബ്ലം ആണ് ഓവർ വെയിറ്റ്, ബോഡിയിൽ ഒത്തിരി ഫാറ്റ് ഉണ്ടാവുക എന്നുള്ളതൊക്കെ പറയുന്നത്. ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇത് കാരണമാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏതൊരു മാസവും നമുക്ക് ഡയറ്റ് എടുക്കാൻ പറ്റും, വെയിറ്റ് ലോസ് ചെയ്യാൻ വേണ്ടി നമുക്ക് സാധിക്കും. പക്ഷേ എന്നാൽ ഈ ഒരു നോമ്പിന്റെ മാസം അല്ലെങ്കിൽ റമദാൻ മാസം എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ കൂടുതൽ റിസൾട്ട് എടുക്കാനും കൂടുതൽ ഹെൽത്തി ആവാനും നമുക്ക് ഒന്നും കൂടെ സപ്പോർട്ടാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. അപ്പൊ ഈ ഒരു വീഡിയോയുടെ ആദ്യം മുതൽ അവസാനം വരെ പൂർണ്ണമായിട്ട് കേൾക്കുക. എന്നാൽ മാത്രമാണ് കറക്റ്റ് ആയിട്ട് എങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു ഡയറ്റിലേക്കും ഈ ഒരു റിസൾട്ടിലേക്കും എത്താൻ പറ്റും എന്നുള്ള കാര്യം കറക്റ്റ് ആയിട്ട് മനസ്സിലാവുള്ളൂ. ഓവർ വെയിറ്റ് ആവുക അല്ലെങ്കിൽ അമിത ഫാറ്റ് ബോഡിയിൽ ഉണ്ടാവുക എന്നൊക്കെ പറയുമ്പോൾ അത് ഒരുപാട് ആരോഗ്യ പ്രശ്നത്തിന് കാരണമാണ്. ചെറിയ തരിപ്പ്, കിതപ്പ് തുടങ്ങിയതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അറ്റാക്ക്, സ്ട്രോക്ക് പോലത്തെ മാരക അസുഖങ്ങളിലേക്ക്, എല്ല് തേയ്മാന രോഗങ്ങളിലേക്ക്, ലേഡീസിന് ഉണ്ടാകുന്ന ഒത്തിരി ഹോർമോൺ പ്രശ്നങ്ങൾ, PCOD, PCOS, അതുപോലെ തന്നെ വന്ധ്യത തുടങ്ങിയ ഒരുപാട് പ്രോബ്ലംസിലേക്ക്, അതുപോലെ ശ്വസന പ്രശ്നങ്ങൾ, കരരോഗങ്ങൾ, BP തുടങ്ങിയ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളിലേക്കും ജീവിതശൈലി രോഗങ്ങളിലേക്കും എത്തിക്കാൻ ഉള്ള പ്രധാനപ്പെട്ട ഒരു കാരണമാണ് നമ്മുടെ തെറ്റായ ഭക്ഷണ രീതി, ജീവിതശൈലി. അതിലൂടെ നമ്മൾ എത്തിച്ചേരുന്ന ഓവർ വെയിറ്റ് എന്ന് പറയുന്നത്. നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഹെൽത്തി ആയിരിക്കണം, ഫിറ്റ് ബോഡി ആയിരിക്കണം എന്നുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. കാരണം ആരോഗ്യം ഉണ്ടെങ്കിലേ ബാക്കി എല്ലാം ഉള്ളൂ, ആരോഗ്യം ഇല്ലെങ്കിൽ ഒന്നുമില്ല. നിങ്ങളിപ്പോ 10,000 എന്ന് സ്ക്രീനിൽ കാണുന്നുണ്ടാവും. ഇതിൽ ഫസ്റ്റ് കാണുന്ന ഒന്ന് നമ്മുടെ ആരോഗ്യം സങ്കല്പിക്കാം. അടുത്ത് കാണുന്ന ഫസ്റ്റ് സീറോ നമ്മുടെ വർക്കാണെന്ന് വിചാരിക്കാം. നെക്സ്റ്റ് കാണുന്ന സീറോ നമ്മുടെ ഇൻകം ആണെന്ന് വിചാരിക്കാം. നെക്സ്റ്റ് നമ്മുടെ ഫാമിലിയാണ്, അടുത്ത് നമ്മുടെ ഡ്രീംസ് ആണെന്ന് വിചാരിക്കാം. എന്നാൽ ഈ ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. വർക്ക് ചെയ്താൽ നമുക്ക് ഇൻകം കിട്ടുള്ളൂ. അത് കിട്ടിയാലേ ഫാമിലിയെ ബാലൻസ് ചെയ്യാൻ പറ്റുള്ളൂ. എന്നാലേ നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ഒന്നാമത് കാണുന്ന ആരോഗ്യം ഇല്ലെങ്കിൽ ബാക്കിയെല്ലാം ബിഗ് സീറോ ആയിരിക്കും. ഇത് നമ്മൾ പ്രത്യേകം നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്. ഒരാഴ്ച കാലം അല്ലെങ്കിൽ കുറച്ചു കാലം രോഗിയായി കിടന്നു കഴിഞ്ഞാൽ ഒന്നിനും പറ്റാത്തൊരവസ്ഥയിലേക്ക് ഇന്നത്തെ ഒരു അവസ്ഥ മാറിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ആലോചിക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ ആരോഗ്യമുള്ള ആളാവുക, ഫിറ്റ് ആവുക എന്ന് പറയുമ്പോൾ അതൊരു ദിവസം കൊണ്ട് വന്നു ചേരുന്ന ഒരു കാര്യമല്ല. നമ്മുടെ ഭക്ഷണത്തിന്റെ രീതിയിലൂടെയും ജീവിത ശൈലിയിലൂടെയും ഒക്കെ നമുക്ക് വന്നു ചേരുന്ന ഒരു കാര്യമാണത്. അപ്പൊ ഒരാള് ഹെൽത്തി ആയിരിക്കാൻ മിനിമം വേണ്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പറയുന്നത്. അതിലൊന്ന് ഐഡിയൽ വെയിറ്റ് ആയിരിക്കുക എന്നുള്ളതാണ്. ഐഡിയൽ വെയിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എത്രയാണോ ഹൈറ്റ് അതിനനുസരിച്ചുള്ള വെയിറ്റ് ആയിരിക്കണം നമ്മൾ ഉണ്ടാവേണ്ടത്. അതുപോലെ അതിനനുസരിച്ചുള്ള ഫാറ്റ്, വിസറൽ ഫാറ്റ്, BMI, നമ്മൾ എത്രയാണോ ഏജ് അത് തന്നെ നമ്മുടെ ബോഡി ഏജ്, ഈ ഒരു കറക്റ്റ് ലെവലിൽ ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഒരു ഹെൽത്തി ലൈഫിൽ നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റുള്ളൂ. എന്നാൽ നമ്മൾ ഹൈറ്റ് എത്രയാണോ അതിനാവശ്യമുള്ള വെയിറ്റിനേക്കാൾ കൂടുതൽ വെയിറ്റ് ഉള്ള അവസ്ഥയിലേക്കാണ് നമ്മൾ ഓവർ വെയിറ്റ് എന്ന് പൊതുവെ പറയുന്നത്. അപ്പൊ നിങ്ങളിപ്പോ ഓരോരുത്തരും നമ്മൾ ഓവർ വെയിറ്റ് ആണോ അതല്ല കറക്റ്റ് വെയിറ്റ് ആണോ അണ്ടർ വെയിറ്റ് ആണോ നോക്കാൻ സിമ്പിൾ ആണ്. നമ്മുടെ വീട്ടിലുള്ള തയ്യൽ മെഷീനിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ടാപ്പോ അല്ലെങ്കിൽ സ്കെയിലൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഹൈറ്റ് ഒന്ന് അളന്ന് നോക്കുക. അതിൽ നിന്ന് 102 കുറച്ച് കഴിഞ്ഞാൽ, സെന്റിമീറ്ററിൽ ഹൈറ്റ് നമ്മൾ അളന്നിട്ട് അതിൽ നിന്ന് 102 കുറച്ച് കഴിഞ്ഞാൽ എത്രയാണോ കിട്ടുന്നത് അതാണ് നമ്മുടെ സേഫ് ആയിട്ടുള്ള ഐഡിയൽ വെയിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ കുറച്ച് കഴിയുന്ന ഒരു വെയിറ്റ് ഉണ്ടാവും അല്ലെ. ചിലപ്പോൾ 50 ആയിരിക്കും, 55 ആയിരിക്കും, 60 ആയിരിക്കും. നമ്മൾ ഓരോരുത്തരുടെ ഹൈറ്റിനനുസരിച്ചായിരിക്കും ഐഡിയൽ വെയിറ്റ് വരുന്നത്. അതിനേക്കാൾ നിലവിലെ നമ്മുടെ വെയിറ്റ് എത്രത്തോളം കൂടുതലുണ്ടോ
അത്രയും നമ്മൾ ഓവർ വെയിറ്റ് ആണ്. ആ ഓവർ വെയിറ്റ് കുറക്കൽ അത്യാവശ്യമാണ്. ഈ ഓവർ വെയിറ്റ് വരുന്ന സമയത്ത് ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ നമ്മുടെ ബോഡിയിൽ വരുന്നുണ്ട്. അതിലൊന്നാണ് ബോഡി ഫാറ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ സ്ക്രീനിൽ കാണുന്നുണ്ടാവും ഒരു ഹ്യൂമൻ ബോഡിയുടെ പിക്ചർ ഫസ്റ്റ് കാണുന്നുണ്ടാവും. ഒരു ഹ്യൂമൻ ബോഡി എന്ന് പറയുന്നത് അതിന്റെ ഓർഗൻസിന് എല്ലുകൾക്കൊന്നും പ്രത്യേകം ഓവർ വെയിറ്റ് ആകുമ്പോൾ വ്യത്യാസമൊന്നും വരുന്നില്ല. ഫാറ്റ് ആണ് കൂടിക്കൊണ്ടിരിക്കുന്നത്. ഒരാള് ബോഡിയിൽ ഫാറ്റ് കൂടുമ്പോൾ ടോട്ടൽ ബോഡിയെ ഫാറ്റ് ആവരണം ചെയ്യും. പ്രത്യേകിച്ച് നമ്മുടെ രക്തക്കൊഴൽ ഹാർട്ടിലേക്ക് പമ്പ് ചെയ്യുന്ന ഇങ്ങനെ സ്മൂത്ത് ആയിട്ട് പോകുന്നതാണെങ്കിൽ അത് ചുരുങ്ങാനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ വിസറൽ ഫാറ്റ്, നമ്മുടെ ഉള്ളിൽ അവയവങ്ങളായ ഹാർട്ട്, ലിവർ, പാൻക്രിയാസ് പോലത്തെ നമ്മുടെ ഇന്റേണൽ ഓർഗൻസ് ചുറ്റി നിൽക്കുന്ന ഫാറ്റാണ് വിസറൽ ഫാറ്റ് എന്ന് പറയാം. ഈ രണ്ട് ഫാറ്റും നമ്മൾ ബോഡിയിൽ കൂടുന്ന സമയത്ത് നമുക്ക് കിതപ്പിൽ നിന്ന് അല്ലെങ്കിൽ തരിപ്പിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അറ്റാക്ക്, സ്ട്രോക്ക്, ബ്ലോക്ക് അടക്കമുള്ള മാരക അസുഖങ്ങൾ വരെ വരാനുള്ള മെയിൻ കാരണമാണ് ബോഡിയിൽ ഫാറ്റ് കൂടുതലായിട്ട് ഡെപ്പോസിറ്റ് ആയിട്ട് കിടക്കുക എന്നുള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ കിതപ്പ് നമുക്ക് പെട്ടെന്ന് തുടങ്ങുന്ന ലക്ഷണങ്ങളാണ്. നമ്മൾ ആരോഗ്യവാനല്ല, ഓവർ ഫാറ്റ് ബോഡിയിൽ ഉണ്ട്, അത് കുറക്കണമെന്ന് നമുക്ക് ബോഡി തരുന്ന ലക്ഷണങ്ങളാണ് പെട്ടെന്ന് കിതക്കുക, ക്ഷീണം വരിക എന്നൊക്കെ പറയുന്നത്. വലിയ അസുഖത്തിന്റെ മുന്നോടിയായിട്ട് വരുന്നതാണ്. അപ്പോൾ നേരത്തെ അത് ക്രമീകരിച്ചു കൊണ്ടുവന്നാൽ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റും. അതുപോലെ BMI സെക്കൻഡ് കാണുന്ന ഗ്രീൻ ഷേപ്പിൽ കാണുന്ന ആ ഒരു ഷേപ്പിലാണ് ഒരു ഹ്യൂമൻ ബോഡി വേണ്ടത്. പക്ഷെ നമ്മൾ വെയിറ്റ് കൂടുന്തോറും ഓവർ വെയിറ്റ്, ഒബീസ്, എക്സ്ട്രീമൽ ഒബീസ് എന്ന് പറയുന്ന ഓരോരോ സ്റ്റേജിലേക്ക് ഇങ്ങനെ മാറുകയാണ് ചെയ്യുക. ഇങ്ങനെ ഓരോ സ്റ്റേജിലേക്ക് മാറും തോറും സൗന്ദര്യത്തിലുള്ള വ്യത്യാസം മാത്രമല്ല ഒത്തിരി ആരോഗ്യ പ്രശ്നങ്ങൾ വരാൻ അത് മെയിൻ റീസൺ ആയിട്ട് വരുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യമാണ് നമ്മുടെ ഷേപ്പ്, പൊക്കിൾ ചുറ്റളവ് എന്ന് പറയുന്നത്. നമ്മുടെ ഹൈറ്റ് എത്രയാണോ അതിന്റെ പകുതിയാണ് നമ്മളുടെ പൊക്കിൾ ചുറ്റളവ് വേണ്ടത്. അത് കൂടുന്ന സമയത്ത് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ വരും. പിന്നെ നമ്മുടെ ബോഡി ഏജ്, നമ്മൾ എത്രയാണ് ഏജ് അത് തന്നെയാണ് നമ്മുടെ ബോഡി ഏജും വരേണ്ടത്. ഈ ബോഡി ഏജ് ഓവർ വെയിറ്റ് ആകുന്ന സമയത്ത്, ഓവർ ഫാറ്റ് ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ ബോഡി ഏജ് ഒത്തിരി വ്യത്യാസം ഉണ്ടാവും, അല്ലെങ്കിൽ മെറ്റബോളിക് ഏജ് ഒരുപാട് വ്യത്യാസം ഉണ്ടാവും. ഇപ്പൊ രണ്ട് പിക്ചർ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടല്ലോ അല്ലെ. ഇത് രണ്ടുപേരും സെയിം ഏജ് ആണ്. പക്ഷെ ഒരാൾ ബോഡി ഫിറ്റ് ആക്കി ഹെൽത്തി ആക്കിയിട്ട് വെച്ചു, രണ്ടാൾ അങ്ങനെ ചെയ്തില്ല. അപ്പൊ കാണുമ്പോഴുള്ള ഈ ഒരു വ്യത്യാസത്തിലപ്പുറം ആരോഗ്യപരമായിട്ട് ഒന്നാമത്തെ ആളെക്കാൾ ഒത്തിരി പ്രശ്നങ്ങൾ രണ്ടാമത്തെ ആൾക്ക് ഉണ്ടായിരിക്കും. അപ്പോ ഒന്ന് നമ്മൾ ബോഡി ഫിറ്റ് ആയിരിക്കുക എന്ന് ഹെൽത്തി ആയിരിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിന്റെ കൂടെ ബോഡിക്ക് ആവശ്യമുള്ള പോഷകാഹാരങ്ങൾ കറക്റ്റ് ആയിട്ട് കിട്ടണം. നമ്മൾ നല്ലൊരു വാഹനം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് ഇന്ധനം, ഏത് ഇന്ധനമാണോ കമ്പനി പറയുന്നത് അത് കറക്റ്റ് നമ്മൾ യൂസ് ചെയ്യും. ഒരിക്കലും നമ്മൾ പെട്രോൾ അടിക്കേണ്ട വാഹനത്തിലേക്ക് ഒരിക്കലും നമ്മൾ ഡീസൽ കൊണ്ടുപോയി അടിക്കാറില്ല. ഡീസൽ അടിക്കേണ്ട വാഹനത്തിലേക്ക് പെട്രോൾ അടിക്കാറില്ല. അതുതരം നല്ല ഡീസലും നല്ല പെട്രോളും നോക്കിയിട്ട് നമ്മൾ പലപ്പോഴും നമ്മുടെ വാഹനത്തിലേക്ക് നമ്മൾ അടിക്കാറുണ്ട്. എന്നാൽ അതിനേക്കാളൊക്കെ എത്രയോ മൂല്യമുള്ളതാണ് നമ്മുടെ ബോഡി എന്ന് പറയുന്നത്. ഈ ബോഡിക്ക് ആവശ്യമുള്ള ഒരുപാട് ഇന്ധനങ്ങളുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് ന്യൂട്രിയൻസുകളുണ്ട്, പോഷകാഹാരങ്ങളുണ്ട്. ചെറുപ്പം മുതലേ നമ്മൾ കേൾക്കുന്ന ഒരുപാട് വിറ്റാമിൻസുകൾ അല്ലെ, വിറ്റാമിൻ C, A, B, C, D, അതന്നെ B1, B2, B3, ഒരുപാട് കാര്യങ്ങൾ, സോഡിയം, പൊട്ടാസ്യം, സിങ്ക്, കാൽഷ്യം തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ. ഇതെല്ലാം കറക്റ്റ് ആയിട്ട് നമ്മളെ ബോഡിക്ക് കിട്ടണം. അതുപോലെ ഫൈബർ കറക്റ്റ് ആയിട്ട് കിട്ടണം. അതുപോലെ നല്ല ഫാറ്റ് ബോഡിക്ക് ആവശ്യമുള്ളത് കിട്ടണം. അതുപോലെ കാർബോഹൈഡ്രേറ്റ് ബോഡിക്ക് ആവശ്യമുണ്ട്, അത് ലഭിക്കണം. അതുപോലെ തന്നെ പ്രോട്ടീൻസ് ബോഡിക്ക് ആവശ്യമുള്ളത് ലഭിക്കണം. ഇതൊക്കെ കറക്റ്റ് മെഷർമെന്റിൽ കൂടുതലോ കുറവോ അല്ലാത്ത രൂപത്തിൽ നമ്മളെ ബോഡിയിലേക്ക് കറക്റ്റ് ആയിട്ട് എത്തിയാലേ നമ്മൾ ഹെൽത്തി ആവുള്ളൂ. അതുപോലെ വെള്ളം കറക്റ്റ് ആയിട്ട് കുടിക്കണം, എക്സസൈസ് വേണം, റെസ്റ്റ് വേണം. ഇതൊക്കെ കറക്റ്റ് ആയിട്ട് ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റുള്ളൂ. എന്നാൽ ഇന്നത്തെ നമ്മുടെ ഭക്ഷണത്തിന്റെ രീതി നോക്കുകയാണെങ്കിൽ എങ്ങനെയാണോ വേണ്ടത് അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ. അതായത് നമ്മൾ കഴിക്കുന്ന ഫുഡിൽ ഒത്തിരി ഫാറ്റ്, ഓയിൽ ബോഡിയിലേക്ക് എത്തുന്നുണ്ട്. നമ്മൾ എണ്ണ പലഹാരങ്ങൾ കഴിക്കുമ്പോൾ, നോൺ വെജ് കഴിക്കുമ്പോൾ, പൊരിച്ചതും വറുത്തതൊക്കെ കഴിക്കുന്ന സമയത്ത് ഒത്തിരി ചീത്ത ഫാറ്റ് നമ്മളെ ബോഡിയിലേക്ക് എത്തുന്നുണ്ട്. അതുപോലെ ഹൈ കാർബോഹൈഡ്രേറ്റ്, കുറച്ച് കാർബോഹൈഡ്രേറ്റ് നമുക്ക് വേണമെന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ നമ്മൾ കഴിക്കുന്ന ഫുഡ്, ചോറാവട്ടെ, ചപ്പാത്തി ആവട്ടെ, ഇനി പുട്ടാവട്ടെ തുടങ്ങി നമ്മൾ കഴിക്കുന്ന അധികത്തിലും ഒരുപാട് കാർബോഹൈഡ്രേറ്റ് ആണ് നമ്മുടെ ബോഡിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ ഷുഗർ വളരെ കുറഞ്ഞ അളവിൽ നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ളതാണ് ഷുഗർ. നോർമലി കഴിക്കുന്ന ചോറാവട്ടെ, ചപ്പാത്തി ആവട്ടെ, ഫ്രൂട്ട്സ് ആവട്ടെ, എല്ലാത്തിലും ഷുഗർ കണ്ടന്റ് വരുന്നുണ്ട്.
അതിന്റെ പുറമെ നമ്മൾ ചായ ആയിട്ടോ ബേക്കറി ആയിട്ടോ പലഹാരമായിട്ടോ മറ്റു സോഫ്റ്റ് ഡ്രിങ്ക്സുകളായിട്ടൊക്കെ എടുക്കുന്ന സമയത്ത് ഒരുപാട് ഷുഗർ വീണ്ടും നമ്മളെ ബോഡിയിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. അതുപോലെ സാൾട്ട് വളരെ കുറഞ്ഞ അളവിൽ മതി. കെമിക്കൽസ് നമ്മൾ തീരെ ഇൻടേക്ക് ചെയ്യേണ്ടാത്ത ഒരു സാധനമാണ്. പക്ഷെ ഇന്ന് നമ്മൾ കഴിക്കുന്ന അധികത്തിലും ടേസ്റ്റ് കിട്ടാൻ വേണ്ടി, കളർ കിട്ടാൻ വേണ്ടി, കുറെ കാലം കേട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കെമിക്കൽസ് ആഡ് ചെയ്തിട്ടാണ് നമുക്ക് കിട്ടുന്നത്. നമ്മൾ ബെറ്റർ ആണ് നല്ലതാണെന്ന് പറയുന്ന വെജിറ്റബിൾ ആവട്ടെ ഫ്രൂട്ട്സ് ആവട്ടെ അധികത്തിലും മാരകമായ വിഷാംശങ്ങൾ കെമിക്കൽസ് അടിച്ചിട്ടാണ് നമ്മളെ കയ്യിലേക്ക് പലപ്പോഴും അത് എത്തുന്നത്. അപ്പൊ നമ്മളെ ബോഡിയിലേക്ക് തീരെ നമ്മൾ ഇൻടേക്ക് ചെയ്യേണ്ടാത്തതോ അല്ലെങ്കിൽ കുറച്ച് നമ്മളെ ബോഡിക്ക് ആവശ്യമുള്ളതോ ഹൈ ആയിട്ട് നമ്മൾ ഡെയിലി ബേസിൽ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ ബോഡിക്ക് ആവശ്യമുള്ള കുറെ കാര്യങ്ങളുണ്ട്. ഒന്നാണ് പ്രോട്ടീൻസ് എന്ന് പറയുന്നത്. ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ബിൽഡിംഗ് കെട്ടുമ്പോൾ നമുക്ക് അതിൽ സിമെന്റ് നമ്മൾ ആഡ് ചെയ്യാറുണ്ട് അല്ലെ. ആ സിമെന്റിന് എത്രമാത്രം പ്രാധാന്യം ഉണ്ടോ അതുപോലെ നമ്മളെ ബോഡിക്ക് ആവശ്യമുള്ള ഒന്നാണ് പ്രോട്ടീൻ എന്ന് പറയുന്നത്. നമ്മൾ എത്ര വെയിറ്റ് ഉണ്ടോ അത്രയും ഗ്രാം പ്രോട്ടീൻ, ഒരാൾ 60 കിലോ ഉണ്ടെങ്കിൽ 60 ഗ്രാം പ്രോട്ടീൻ മിനിമം അദ്ദേഹത്തിന്റെ ബോഡിയിലേക്ക് ഡെയിലി ബേസിൽ എത്തിയിരിക്കണം. അതുപോലെ വിറ്റാമിൻസ് ആൻഡ് മിനറൽസ്, ഇത് മില്ലിഗ്രാം കണക്കെ ബോഡിക്ക് ആവശ്യമുണ്ട്. ഒന്നും കുറയാനും പാടില്ല, ഒന്നും കൂടാനും പാടില്ല. ഇത് ഓരോന്ന് കുറയുമ്പോൾ നമുക്ക് പല അസുഖങ്ങളായിട്ടാണ് പലപ്പോഴും അത് കാണുന്നത്. ഇപ്പൊ ഉദാഹരണം പറയുമ്പോൾ സിങ്ക് കുറഞ്ഞാൽ നമുക്ക് എയർ ലോസ്, മുടിവീഴ്ചൽ വരാൻ ചാൻസ് ഉണ്ട്. അയഡിൻ കുറയുമ്പോൾ തൈറോയ്ഡ് വരാനുള്ള ചാൻസ് ഉണ്ട്. കാൽഷ്യം കുറയുമ്പോൾ എല്ല് സംബന്ധമായ പല്ല് സംബന്ധമായ ഒരുപാട് പ്രശ്നങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട്. ഇങ്ങനെ ഓരോ വിറ്റാമിൻസ് കുറയുമ്പോഴും കൂടുമ്പോഴും ഒക്കെ അത് പല പല അസുഖങ്ങളായിട്ടാണ് നമ്മളിലേക്ക് കാണുന്നത്. അതുപോലെ ഫൈബർ നമ്മുടെ ദഹനം കറക്റ്റ് ചെയ്യുക, നമ്മുടെ വയറ് ഹെൽത്തി ആയിരിക്കാൻ വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഇങ്ങനെ ഒരുപാട് കണ്ടന്റ്, വെള്ളം നമ്മൾ എത്ര വെയിറ്റ് ഉണ്ടോ അതിനനുസരിച്ച് വെള്ളം കറക്റ്റ് ആയിട്ട് കുടിക്കണം. ഇങ്ങനെ ആവശ്യത്തിലധികം ആവശ്യമില്ലാത്തത് അല്ലെങ്കിൽ കുറച്ച് ആവശ്യമുള്ള നമ്മുടെ ബോഡിയിലേക്ക് എത്തുന്നുണ്ടെങ്കിലും ആവശ്യമുള്ള വിറ്റാമിൻസ്, മിനറൽസ്, പ്രോട്ടീൻസ്, ഫൈബർ, വാട്ടർ ഒക്കെ വളരെ കുറഞ്ഞ അളവിലാണ് നമ്മളെ ബോഡിയിലേക്ക് എത്തുന്നത്. ഈ ഒരു ഇൻബാലൻസ്ഡ് ആയിട്ടുള്ള ഭക്ഷണത്തിന്റെ രീതിയാണ് നമ്മൾ രോഗികളാക്കാനും അൺഹെൽത്തി ആക്കാനൊക്കെ ഉള്ള മെയിൻ റീസൺ. ഇന്നിപ്പോ ലോകാരോഗ്യ സംഘടനയുടെ കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു 10 പേരെടുത്താൽ അതിൽ 7 പേരും ഇടയ്ക്കിടയ്ക്ക് ഹോസ്പിറ്റൽ വിസിറ്റ് ഉള്ള ആളുകളാണ്. അതുപോലെ 70% അസുഖം വരാനുള്ള മെയിൻ റീസൺ നോക്കുകയാണെങ്കിലും മുമ്പൊക്കെ അപൂർവമായി കേട്ടിരുന്ന അറ്റാക്ക്, സ്ട്രോക്ക്, ബ്ലോക്ക് പോലത്തെ മാരക അസുഖങ്ങൾ വന്ന് ഒരുപാട് പേര് മരിക്കാനുള്ള മെയിൻ റീസൺ നോക്കുകയാണെങ്കിലും അതിന്റെയൊക്കെ മെയിൻ കാരണം നമ്മൾ ഇന്ന് ഫോളോ ചെയ്യുന്ന തെറ്റായ ഭക്ഷണത്തിന്റെ രീതിയും ലൈഫ് സ്റ്റൈലും ആണെന്ന് കാണാൻ നമുക്ക് സാധിക്കും. നമ്മൾ മാത്രമല്ല, നമ്മൾ വളർന്നു വരുന്ന തലമുറയും ആ ഒരു സംസ്കാരത്തിലും ആ ഒരു ലൈഫ് സ്റ്റൈലുമാണ് ഇന്ന് വളർന്നു വരുന്നത്. അപ്പൊ ഈ ഓവറായിട്ട് നമ്മളെ ബോഡിയിലേക്ക് ഇത്തരം കാര്യങ്ങൾ നമ്മുടെ നോർമൽ ബോഡിയിൽ നിന്ന് അല്ലെങ്കിൽ ഐഡിയൽ ബോഡിയിൽ നിന്ന് ഓവർ ഫാറ്റി ബോഡിയിലേക്ക് എത്തിക്കാൻ അത് മെയിൻ റീസൺ ആയിട്ട് വരുന്നത്. അതുകൊണ്ടാണ് ഇന്ന് ലൈഫ് സ്റ്റൈൽ ഡിസീസ്, ജീവിതശൈലി രോഗങ്ങളിൽ ഏറ്റവും കൂടുതലുള്ള രാജ്യങ്ങളിൽ നിന്ന് നമ്മുടെ ഇന്ത്യയാണ്. അതിൽ തന്നെ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം നമ്മുടെ കേരളമായിട്ട് മാറിയിരിക്കുകയാണ്. അതുപോലെ ഒത്തിരി പേര് ഓവർ വെയിറ്റ് ഉള്ള ആളുകളാണ്. മക്കൾക്ക് വരെ ഒരുപാട് പ്രോബ്ലംസ് ആണ്. ഒരു വയസ്സങ്ങോട്ട് കഴിഞ്ഞാൽ ഒരുപാട് മെഡിസിൻ എടുത്തുകൊണ്ട് ലൈഫ് ഇങ്ങനെ തള്ളി നീക്കേണ്ട അവസ്ഥയിലാണ് ഇന്നൊരു പ്രായം കഴിഞ്ഞ അധിക പേരും നമുക്കിന്ന് പറയാൻ പറ്റുന്ന. ഈ ഒരു മെഡിസിൻ സേഫ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സേഫ് അല്ല. ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ വരാൻ അത് കാരണമാകുന്നുണ്ട്. അതുപോലെ മെഡിസിന്റെ സൈഡ് എഫക്റ്റ് മൂലമാണ് ഒരുപാട് പേര് മരിക്കുന്നത്, ഡോക്ടേഴ്സ് തന്നെ പറയുന്നുണ്ട്. പക്ഷെ അസുഖം വരുമ്പോൾ അത് ഡോക്ടേഴ്സ് തരാതിരിക്കാനും പറ്റില്ല. ഈ ഒരു അവസ്ഥയിലാകുന്നു. അപ്പൊ നമുക്ക് അസുഖം വരാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അസുഖം വരാതിരിക്കണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ തെറ്റായ ഭക്ഷണത്തിന്റെ രീതിയും ലൈഫ് സ്റ്റൈലും മാറ്റുക എന്നുള്ളതാണ്. ഡോക്ടേഴ്സ് പറയുന്ന ഒരു കാര്യമുണ്ട്, ഇന്നത്തെ 70% അസുഖം വരാനുള്ള കാരണം നമ്മുടെ തെറ്റായ ഭക്ഷണത്തിന്റെ രീതിയും ലൈഫ് സ്റ്റൈലുമാണ്. മിനിമം ഒരു 50% ഇത് കറക്റ്റ് നമുക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാനും അതിൽ നിന്ന് മാറാനും പറ്റും. പിന്നെ നമ്മൾ ഓവർ വെയിറ്റ് ആകുന്ന സമയത്ത് അല്ലെങ്കിൽ ഫാറ്റ് ആകുന്ന സമയത്ത് അല്ലെങ്കിൽ പല അസുഖങ്ങളും വരുമ്പോൾ ഡോക്ടർ വെയിറ്റ് കുറക്കണം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ നടക്കും ചിലപ്പോൾ അല്ലെ, അല്ലെങ്കിൽ ഓടും, അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യും, യോഗ ചെയ്യും, സുംബ ചെയ്യും, പല കാര്യങ്ങൾ ചെയ്യും. പക്ഷെ പലപ്പോഴും റിസൾട്ട് കിട്ടൽ കുറവാണ്. കാരണം നമ്മൾ ഈ ഒരു വർക്കൗട്ട് കൊണ്ട് മാത്രം കാര്യമില്ല, കൃത്യമായ ഒരു ഭക്ഷണ ക്രമീകരണം അത്യാവശ്യമാണ്. ഇല്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ നിന്ന് കുറച്ച് നടക്കുമ്പോൾ അല്ലെങ്കിൽ ഓടുമ്പോൾ അല്ലെങ്കിൽ എക്സസൈസോ യോഗയോ ജുംബയൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് കാലറി നമ്മളെ ബോഡിയിൽ നിന്ന് ബേൺ ആയി പോകും. പക്ഷെ അതിനേക്കാളും കാലറി നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്ന് ഉള്ളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ റിസൾട്ട് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല. ഇനി ഡയറ്റ് എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. പലരും പലതരത്തിൽ ഡയറ്റ് ഫോളോ ചെയ്യുന്ന ആളുകളുണ്ട്. ഒരേ ടൈപ്പ് ഫുഡ് മാത്രം കഴിക്കുക, ചപ്പാത്തി മാത്രം കഴിക്കുക, അല്ലെങ്കിൽ ഫ്രൂട്ട്സ് മാത്രം കഴിക്കുക, അല്ലെങ്കിൽ വെജിറ്റബിൾ മാത്രം കഴിക്കുക, അല്ലെങ്കിൽ ചില സമയങ്ങളിൽ ഫുഡ് സ്കിപ്പ് ചെയ്യുക.
അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുക, ഇങ്ങനെ പലതരത്തില് ഡയറ്റ് ഫോളോ ചെയ്യുന്ന ആളുകളുണ്ട്. ഇങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞ നിലവിൽ കഴിക്കുന്ന ഫുഡിൽ തന്നെ ആവശ്യത്തിലധികം ആവശ്യമില്ലാത്തത് എത്തുന്നുണ്ട്. ഇന്ന് ആവശ്യമുള്ള വിറ്റാമിൻസ് മിനറൽസ് ഒക്കെ വളരെ കുറഞ്ഞ അളവിലാണ് എത്തുന്നത്. നമ്മൾ വെറും ഡയറ്റ് എടുക്കുമ്പോൾ നിലവിലെ ആവശ്യമുള്ളത് കുറവാണ്, പക്ഷേ അതുകൂടെ വീണ്ടും കുറയാണ് ചെയ്യുക. അതുകൊണ്ടാണ് ഒരു കറക്റ്റ് ഉള്ള രീതിയിൽ ഡയറ്റ് എടുക്കാതെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി നമ്മൾ ഡയറ്റ് എടുക്കുമ്പോൾ വെയിറ്റ് ലോസ് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് നമ്മുടെ ഫാറ്റ് ലോസിന്റെ പകരം മസിൽ ലോസ് വന്ന് പിന്നെ നമ്മൾ ഒരു കോലംകെട്ട് രൂപത്തിലേക്ക് മാറുന്നു, ഡയറ്റ് സ്റ്റോപ്പ് ചെയ്യുന്നു. അപ്പൊ നേരത്തെ ഉണ്ടായതിനേക്കാളും വൃത്തികെട്ട ഒരു രൂപത്തിലേക്കും ഒരു ശൈലിയിലേക്കും നമ്മുടെ ബോഡി മാറുകയാണ് ചെയ്യുക. റീഗെയിൻ ആകുമ്പോൾ അതാണ് സംഭവിക്കുന്നത്. അപ്പൊ അതില്ലാതെ ഒരു ഹെൽത്തി വേല നമ്മൾ വെയിറ്റ് ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ബോഡിക്ക് ആവശ്യമുള്ള പോഷകാഹാരങ്ങൾ കറക്റ്റ് ആയിട്ട് കൊടുത്ത് ആവശ്യമില്ലാത്ത നമ്മൾ കുറച്ച് കൊണ്ടുവന്നാൽ ഒരു ഹെൽത്തി റിസൾട്ടിലേക്ക്, ഹെൽത്തി ബോഡിയിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി പറ്റും. അപ്പൊ ആ ഒരു തരത്തിൽ റിസൾട്ട് എടുക്കുക, ഡയറ്റ് എടുക്കുക, ഹെൽത്തി ആയ വേയിലൂടെ വെയിറ്റ് കുറക്കുക, അത് ലൈഫ് ലോങ് മെയിൻറ്റെയിൻ ചെയ്തു പോവുക. ഏതാണ് ഈ ഒരു വലിയ പ്രോബ്ലത്തിനുള്ള കറക്റ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ലോസ് ചലഞ്ചുകൾ നമ്മൾ വെക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് റമദാൻ സ്പെഷ്യൽ ആയിട്ട് നമ്മൾ ചെയ്യുന്ന വെയിറ്റ് ലോസ് ഡയറ്റ് പ്ലാൻ അല്ലെങ്കിൽ വെയിറ്റ് ലോസ് ചലഞ്ച് എന്ന് പറയുന്നത്. നമുക്കതിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് നമുക്കൊരു പേഴ്സണൽ ട്രെയിനർ നമുക്കുണ്ടാവും. നമ്മൾ എന്ത് കഴിക്കണം, എന്ത് കഴിക്കാൻ പാടില്ല എന്നുള്ള കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് പറഞ്ഞു തരികയും അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയും ചെയ്യും. ഒരു കാര്യം പറയുന്നു നമ്മൾ അങ്ങനെ ചെയ്യുന്നുള്ളതല്ല, ഡെയിലി അത് ട്രാക്ക് ചെയ്ത് കറക്റ്റ് ആണോ ചെയ്യുന്നത് നോക്കി അതത് സമയങ്ങളിൽ കറക്റ്റ് ചെയ്ത് പോകുന്നത് കൊണ്ട് തന്നെ റിസൾട്ട് കിട്ടാത്തൊരവസ്ഥ എന്തായാലും ഇതിലൂടെ വരില്ല. അതുപോലെ നമുക്ക് ആവശ്യമുള്ള ഡയറ്റ് പ്ലാൻ 1 കിലോ കുറക്കാനുള്ള ആൾക്കും 30 കിലോ കുറക്കാനുള്ള ആൾക്കും 10 കിലോ കുറക്കാനുള്ള ആൾക്കും ഒരേ ഡയറ്റ് അല്ല. അതുപോലെ പ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് വ്യത്യസ്ത ഡയറ്റാണ്. അപ്പോൾ ഓരോരുത്തർക്കും അനുയോജ്യമായ ഡയറ്റ്, ജോലിക്ക് പോകുന്ന ആളുകൾ, വീട്ടിലിരിക്കുന്ന ആളുകൾ, നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളുകൾ, പിന്നെ ഇരുന്നുള്ള വർക്ക് ചെയ്യുന്ന ആളുകൾ, എല്ലാവർക്കും അതിനനുസരിച്ച് ഡയറ്റ് പ്ലാനുകൾ ആവശ്യമാണ്. അത് ഓരോരുത്തർക്കും പേഴ്സണലൈസ്ഡ് ആയിട്ട് നൽകുകയാണ് ചെയ്യുക. പിന്നെ കുറച്ച് എക്സസൈസ് നമുക്ക് വീട്ടിൽ നിന്ന് നമുക്കതും ചെയ്യാം. ഡെയിലി വെയിറ്റ് നോക്കുന്ന സമയത്ത് റിസൾട്ട് ഇല്ലെങ്കിൽ അത് സമയത്ത് കറക്റ്റ് ചെയ്യാനും പറ്റും. ഇങ്ങനെ 100% റിസൾട്ട് കിട്ടുന്ന രൂപത്തിലുള്ള ഗ്യാരണ്ടിയോടുകൂടെയുള്ള വെയിറ്റ് ലോസ് ചലഞ്ച് പ്രോഗ്രാമാണ് നമ്മൾ ചെയ്യുന്നത്. കഴിഞ്ഞ പല ബാച്ചുകളിലായിട്ട് ഒത്തിരി പേര് ഇതിൽ ജോയിൻ ചെയ്യുകയും നല്ല റിസൾട്ട് എടുക്കുകയും ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കണ്ട് നമുക്ക് ബാക്കി നിങ്ങൾ എങ്ങനെ ചെയ്യാന്നുള്ള കാര്യങ്ങൾ ഒന്ന് പറഞ്ഞുതരാം. ഇപ്പോ മൊത്തത്തിൽ ഈ ഒരു വെയിറ്റ് ലോസ് ജേർണി സ്റ്റാർട്ട് ചെയ്തിട്ട് എത്ര വെയിറ്റ് കുറഞ്ഞു? മൊത്തത്തിൽ എത്ര വെയിറ്റ് കുറഞ്ഞു? എനിക്ക് സ്റ്റാർട്ടിങ്ങിൽ 77.400 ആയിരുന്നു, 77.40. ഇപ്പം 21.350 ഓക്കെ, 21 കിലോയിലധികം വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട് അല്ലെ? വെയിറ്റ് കുറഞ്ഞു, അതെ. അപ്പൊ ഇത്രയും ഫാറ്റ് നമ്മുടെ ബോഡിയിൽ നിന്ന് പോയപ്പോ മുമ്പുണ്ടായ ഒരു ബോഡിയും ഇപ്പോഴുള്ള ബോഡിയിലും ഹെൽത്ത് ഇഷ്യൂസ് ആയിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വ്യത്യാസങ്ങൾ എന്തെങ്കിലും വന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ എന്തൊക്കെ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് ബോഡിയില്? വെയിറ്റ് ഉള്ള സമയത്ത് എനിക്ക് നടക്കുന്നതിനൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ കിച്ചണിൽ നിന്ന് ജോലി ചെയ്യുന്നതിനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ നെഞ്ചുവേദന, എപ്പോഴും നെഞ്ചുവേദന വരുമായിരുന്നു. പിന്നെ തോളുവേദന, മുതുവേദന, നടുവേദന, മുട്ടുവേദന, പിന്നെ നീർക്കെട്ടുണ്ടായിരുന്നു. ശരീരത്തിൽ ഫുള്ള് നീർക്കെട്ടായിരുന്നു. അപ്പൊ അതെല്ലാം നല്ല മാറ്റമുണ്ട്. ഇപ്പം നടക്കുന്നതിന്, ജോലി ചെയ്യുന്നതിനോ ഒന്നും ഒരു ബുദ്ധിമുട്ടില്ല, സ്റ്റെപ്പ് കയറുന്നതിന് ബുദ്ധിമുട്ടില്ല. പിന്നെ നെഞ്ചിന് കിതപ്പുണ്ടായിരുന്നു, കിതപ്പൊക്കെ മാറി. സ്റ്റെപ്പ് കയറുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല, നല്ല ചേഞ്ച് ഉണ്ട്. ഞാൻ അസബ സെന്റർ എന്ന സ്ഥലത്താണ് ഞാൻ ജോയിൻ ചെയ്തിട്ടുള്ളത്. ഞാൻ തുടക്കം എൻ്റെത് 116-800 ഗ്രാം തൂക്കമായിരുന്നു. അതിപ്പോൾ 2.5 മാസമായി ഞാനത് വർക്കൗട്ടിലൂടെ അത് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇത് 102 കിലോനായിട്ടുണ്ട്. വളരെ സന്തോഷമാണ്. ആരോഗ്യത്തിന് കുറേ ആശ്വാസം കിട്ടിയിട്ടുണ്ട്. കുറേ അല്ല, 90% എൻ്റെ കിതപ്പ് കാര്യങ്ങളെല്ലാം വിട്ടുമാറിയിട്ടുണ്ട്. കുറേ മെഡിസിൻ ഞാൻ കഴിച്ചിട്ടുണ്ട്. പ്രഷറിന് കഴിച്ചിരുന്നു, ഷുഗറിന് കഴിച്ചിരുന്നു, അതുപോലെ തന്നെ കൊളസ്ട്രോളും ഞാൻ കഴിച്ചിരുന്നു. അതെല്ലാം വളരെയധികം കുറഞ്ഞ് നോർമലായി. ഇന്ന് ഞാൻ മെഡിസിൻ ഒഴിവാക്കിയിരിക്കുകയാണ്. കാരണം ഡോക്ടറുടെ ഉപദേശപ്രകാരമായിട്ടാണ് ഞാൻ മെഡിസിൻ ഒഴിവാക്കിയിട്ടുള്ളത്. ഞാനിപ്പം 1 മാസമായി വെയിറ്റ് ലോസിന് ജോയിൻ ചെയ്തിട്ട്. 1 മാസം കൊണ്ട് എനിക്ക് 8 കിലോ കുറഞ്ഞ്. ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് കൊളസ്ട്രോൾ 299 ആയിരുന്നു, പ്രഷർ 130 ആയിരുന്നു. ഈ 1 മാസം കൊണ്ട് എനിക്ക്
കൊളസ്ട്രോൾ 170-ലേക്കും പ്രഷർ 130-ലേക്കും വന്നു. ഇൻഡസ്ലോസ് എനിക്ക് 42 ഞാൻ വെയിറ്റ് ലോസ് തുടങ്ങുന്നപ്പോ 42 ഇപ്പൊ 36 സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാൻ കൊളസ്ട്രോളിന്റെയും പ്രഷറിന്റെയും ഗുളികകൾ കഴിച്ചിരുന്നു. ഇപ്പം ഈ ഒരു മാസം കൊണ്ട് എനിക്ക് കൊളസ്ട്രോളും പ്രഷറും എല്ലാം നോർമൽ ആയത് കാരണം ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം ഞാൻ ഗുളികകളെല്ലാം നിർത്തി. ഇപ്പം എല്ലാം നോർമലായിട്ട് പോകുന്നു. ഇതില് ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത് ഹാരി സാറിനാണ്. ഓക്കെ, ഈ ഡയറ്റിലേക്ക് ജോയിൻ ചെയ്തിട്ട് ഇപ്പൊ എത്ര ദിവസമായി ഇന്നത്തേക്ക്? 2 മാസവും 8 ദിവസമായി. ഇപ്പോ 2 മാസം 8 ദിവസമായി എന്ന് പറഞ്ഞു. എത്ര വെയിറ്റ് ടോട്ടൽ കുറഞ്ഞു ഈ 2 മാസം കൊണ്ട്? 13,300 കുറഞ്ഞു. 13,300 കുറഞ്ഞിട്ട് 2 മാസം കൊണ്ട് അല്ലേ? ഓക്കെ, ഈ 13,300 കുറഞ്ഞപ്പോ ബോഡിയിൽ എന്തൊക്കെ ചേഞ്ച് വന്നിട്ടുണ്ട്? വേദനയൊക്കെ നല്ലോണം കുറഞ്ഞു, ക്ഷീണമൊക്കെ അത് മാറി. നല്ല കാലുവേദന ഊരവേദന ഒക്കെ കുറഞ്ഞു അല്ലേ? ക്ഷീണങ്ങളൊക്കെ മാറിയോ? ക്ഷീണമൊക്കെ മാറി. പിന്നെ എനിക്ക് മുടി കൊഴിച്ചിലുണ്ടായ നല്ലോണം, അതും കുറഞ്ഞു. മുടി കൊഴിച്ചിലും കുറഞ്ഞിട്ടുണ്ട് അല്ലേ? ഓക്കെ, ഇഞ്ചസ് ലോസ് ഒക്കെ വന്നിട്ടുണ്ടോ? വയറൊക്കെ എത്ര സെന്റിമീറ്റർ കുറഞ്ഞിട്ടുണ്ട്? എത്ര ഇഞ്ച് കുറഞ്ഞിട്ടുണ്ട്? വയറ് 5 ഇഞ്ച് കുറഞ്ഞു. ഓക്കെ, അപ്പൊ ഏകദേശം ഒരു 10 സെന്റിമീറ്ററിലധികം വയറ് കുറഞ്ഞിട്ടുണ്ട് അല്ലേ? ഞാൻ അഹമ്മദ് കബീർ, പഴയ വാണിയമ്പലം. ഞാൻ ഇവിടെ വരുമ്പോൾ 93 കിലോനായിരുന്നു ഞാൻ സ്റ്റാർട്ടിങ്ങിലൂടെ വരുമ്പോൾ ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് 81, ഇന്ന് 81 കിലോനായി മാറി. നല്ല മാറ്റമാണ് എല്ലാം കൊണ്ടും. ഷുഗർ, പ്രഷർ, പിന്നെ പൊതുവെ ശരീരത്തിന് ഒരു പ്രത്യേകത തോന്നും. വെള്ളം കുടിക്കണം, അതുപോലെ നടക്കണം, എക്സസൈസ് ചെയ്യണം എന്നൊക്കെ പറയണമൊക്കെ നമ്മൾ ചെയ്താൽ നമുക്ക് മാറ്റങ്ങൾ എത്രയോ വേഗം ഉണ്ടാവും. അതിനൊരു അനുഭവമാണ് ഇപ്പം എനിക്ക് വന്നത്. അപ്പൊ ഒരുപാട് പേരുടെ റിസൾട്ട് നിങ്ങൾ കണ്ടു അല്ലേ? ഇതിൽ പല ആളുകളും പല അസുഖങ്ങളും മറ്റും മാറി എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊരിക്കലും നമ്മൾ മെഡിസിൻ കൊടുത്തിട്ടോ നമ്മൾ മെഡിസിൻ സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞിട്ടൊന്നും അല്ല. മറിച്ച് അവര് പോയിക്കൊണ്ടിരുന്ന ഒരു ഈറ്റിംഗ് ഹാബിറ്റ്, ലൈഫ് സ്റ്റൈൽ, അതിലൂടെ വന്ന അസുഖങ്ങൾ അത് കറക്റ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടും ബോഡിയിൽ നിന്ന് ആവശ്യത്തിലധികമുള്ള ഫാറ്റ് റിമൂവ് ആയി പോയതിന്റെ ഭാഗമായിട്ടും ആവശ്യമുള്ള പോഷകാഹാരം കറക്റ്റ് ആയിട്ട് ബോഡിയിലേക്ക് എത്തിയതിന്റെ ഭാഗമായിട്ടൊക്കെ സംഭവിച്ച കാര്യങ്ങളാണ്. ഇങ്ങനെ ഒരു അസുഖം മാറുമ്പോഴും ഡോക്ടേഴ്സിന്റെ നിർദ്ദേശപ്രകാരം അതിന്റെ മെഡിസിൻ ഡോസ് കുറയ്ക്കുകയോ അല്ലെങ്കിൽ മെഡിസിൻ ഒഴിവാക്കുകയോ ഒക്കെ ചെയ്യാൻ നമ്മൾ പറയാറ് അവർ കാണിക്കുന്ന ഡോക്ടേഴ്സിന്റെ നിർദ്ദേശപ്രകാരം മാത്രമാണ്. കാരണം നമുക്ക് വരുന്ന അസുഖങ്ങൾ പലതും നമ്മുടെ തെറ്റായ ഭക്ഷണത്തിന്റെ രീതിയിലൂടെ, ലൈഫ് സ്റ്റൈലിലൂടെയാണ്. അത് കറക്റ്റ് ചെയ്യുമ്പോൾ അതെല്ലാം നോർമൽ ആവാനുള്ള ചാൻസ് കൂടുതലാണ്. എൻ്റെ ഒരു പേഴ്സണൽ റിസൾട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറയുന്ന പേര് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതിലേക്ക് ഈ ഒരു വെൽനസ് മേഖലയിലേക്ക് വരുന്ന സമയത്ത് 97 കിലോ ഉണ്ടായിരുന്നു, BP ഉണ്ടായിരുന്നു, മൈഗ്രെയിൻ ഉണ്ടായിരുന്നു, നന്നായിട്ട് കിതപ്പ് ഉണ്ടായിരുന്നു. അങ്ങനെ പല ആരോഗ്യ പ്രശ്നം കൊണ്ട് പ്രയാസപ്പെടുന്ന സമയത്താണ് ഫസ്റ്റ് ടൈം ഞാനും ഒരു വെൽനസ് മേഖലയിലേക്ക് വരുന്നത്. അങ്ങനെ കറക്റ്റായിട്ട് ഡയറ്റ് ഫോളോ ചെയ്യും, കൃത്യമായിട്ട് ഡയറ്റ് എടുത്തു, അതുപോലെ തന്നെ പോഷകാഹാരം കറക്റ്റായിട്ട് നമ്മൾ ഇൻടേക്ക് ചെയ്തു, അതിന്റെ കൂടെ എക്സസൈസ് ചെയ്തു. ഇങ്ങനെ 27 kg 3.5 മാസം കൊണ്ട് കുറച്ചതിന്റെ ഭാഗമായിട്ട് നേരത്തെ ഉണ്ടായിരുന്ന പല ആരോഗ്യ പ്രശ്നങ്ങളും നോർമൽ ആവാനും അത് കാരണമായി. ഇങ്ങനെ ഹെൽത്തി റിസൾട്ടിലേക്ക് എങ്ങനെ ഞാൻ വന്നു, ഇപ്പൊ ഒത്തിരി പേർക്ക് എങ്ങനെ എടുത്തു കൊടുക്കുന്നുണ്ട് എന്ന കാര്യം ഞാനൊന്ന് വിശദീകരിച്ചു തരാം. അതിന്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പേഴ്സണൽ ട്രെയിനറും ഡെയിലി ഫോളോ അപ്പ് ഒക്കെ ഉണ്ട്. അതിന്റെ കൂടെ എല്ലാ ദിവസവും നമുക്ക് ഒരു മണിക്കൂർ കറക്റ്റ് ആയിട്ടുള്ള ഓൺലൈൻ ഗൈഡൻസ് പ്രോഗ്രാം നമുക്കുണ്ട്. നോമ്പാകുമ്പോൾ ചിലപ്പോൾ ഡെയിലി നമുക്ക് കയറാൻ പറ്റിക്കൊള്ളുന്നില്ല. പറ്റുന്ന ദിവസങ്ങളൊക്കെ നമുക്കിത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിത് പറ്റും. ഇതിൽ നമുക്ക് വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാന്ന് ചോദിച്ചാൽ, നമുക്കൊരു 30 ദിവസത്തേക്കുള്ള ഒരു ലൈഫ് ചേഞ്ചിങ് പ്ലാൻ ആണ് നമുക്കിതിൽ വരുന്നത്. അതിൽ ഫസ്റ്റ് ഘട്ടമായിട്ട് നമ്മൾ 21 ഡേയ്സ് നമ്മളെ ബോഡിക്ക് ആവശ്യമുള്ള വിറ്റാമിൻസും മിനറൽസും പ്രോട്ടീൻസും ഫൈബർ എല്ലാം അടങ്ങിയ ഒരു ഹെൽത്തി ഫുഡ് കിറ്റ് കൂടെ നമ്മൾ ഇതിന്റെ കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് മോർണിംഗ് നമ്മൾ അത്തായ സമയത്ത് നമുക്കത് എടുക്കാൻ പറ്റും. നോമ്പ് അല്ലാത്ത സമയത്ത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് നമ്മൾ സജസ്റ്റ് ചെയ്യാറ്. നോമ്പിന്റെ സമയത്ത് നമുക്ക് അത്തായ സമയത്ത് നമുക്ക് എടുക്കാൻ പറ്റും. അത് നമ്മൾ രാവിലെ അത് മാത്രം നമ്മൾ കഴിച്ചാൽ മതി. ബോഡിക്ക് ആവശ്യമുള്ള എല്ലാ പോഷകാഹാരങ്ങളും ആ ഒരു റീപ്ലേസ്മെന്റ് ഫുഡിൽ നമുക്ക് കിട്ടും. പിന്നെ നോമ്പ് തുറക്കുന്ന സമയത്തും രാത്രി ഭക്ഷണമൊക്കെ ഒരു കറക്റ്റ് രീതിയിൽ നമ്മളൊന്ന് ക്രമീകരിച്ചു കൊണ്ടുവരാണ് ചെയ്യുക. അതുപോലെ മോർണിംഗും ഈവനിങ്ങും ഒക്കെ നമുക്ക്, മോർണിംഗ് മീൻസ് അത്തായ സമയത്തും നോമ്പ് തുറന്നതിന് ശേഷമൊക്കെ നമുക്ക് എടുക്കാവുന്ന ഒരു എനർജി ഹെർബൽ ടീ ഇതിന്റെ കൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ കറക്റ്റ് ആയിട്ടുള്ള ഫോളോ അപ്പ് നമ്മൾ തരുന്നുണ്ട്. അങ്ങനെ 100% റിസൾട്ട് കിട്ടുന്ന
ഒരു കൃത്യമായ ലൈഫ് ചേഞ്ചിങ് പ്ലാൻ ആണ് നമ്മൾ ഇതിൽ തരുന്നത്. കുറെ വെയിറ്റ് കുറക്കുക അല്ലെങ്കിൽ ഫാറ്റ് കുറക്കുക എന്നുള്ളതല്ല. നമ്മൾ റോങ് ഈറ്റ് ഹാബിറ്റും ലൈഫ് സ്റ്റൈലും എല്ലാം മാറ്റി ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈലിലേക്കും ഒരു ഹെൽത്തി ബോഡിയിലേക്കും വരാനുള്ള സപ്പോർട്ട് കൂടെയാണ് നമുക്ക് ഇതിൽ വരുന്നത്. ഒരു മിനിമം ഒരു 3 മുതൽ ഒരു 10 കിലോ വരെയൊക്കെ നമുക്ക് മിനിമം നമുക്ക് കുറക്കാൻ പറ്റും. എത്രത്തോളം നമ്മൾ കറക്റ്റ് ഡയറ്റ് ഫോളോ ചെയ്യുന്നുണ്ടോ, എത്രത്തോളം നമ്മൾ കറക്റ്റ് വേയിൽ പോകുന്നുണ്ടോ, അതിനനുസരിച്ച് ഫാസ്റ്റ് റിസൾട്ട് നമുക്ക് കിട്ടാൻ നമ്മൾ സപ്പോർട്ട് ചെയ്യും. അതിന്റെ എല്ലാ സപ്പോർട്ടും നമ്മുടെ കോച്ചസിന്റെ ഭാഗത്ത് നിന്നുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് ഇനി എങ്ങനെ കുറക്കാൻ പറ്റും, നിങ്ങൾക്ക് ഏത് രൂപത്തിൽ ഡയറ്റ് ഫോളോ ചെയ്യണം, ഏത് ഫുഡ് കിറ്റാണ് നിങ്ങൾക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്, അതുപോലെ നിങ്ങളുടെ നിലവിൽ ഹാബിറ്റ് എങ്ങനെയൊക്കെയാണ്, ലൈഫ് സ്റ്റൈൽ എന്തൊക്കെയാണ്, ഹെൽത്ത് കണ്ടീഷൻ എന്തൊക്കെയാണെന്നൊക്കെ നോക്കിയിട്ട് വേണം നിങ്ങൾക്ക് വേണ്ട കറക്റ്റ് മെത്തേഡും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് നിങ്ങൾ എവിടെയാണെങ്കിലും, കേരളത്തിലാവട്ടെ, മറ്റു സംസ്ഥാനങ്ങളിലാകട്ടെ, മറ്റു കൺട്രീസിലാവട്ടെ, എവിടെയാണെങ്കിലും നിങ്ങളുടെ നിലവിലെ സാഹചര്യവും ഈറ്റിംഗ് ഹാബിറ്റും ലൈഫ് സ്റ്റൈലൊക്കെ നോക്കി നിങ്ങൾക്ക് വേണ്ട കറക്റ്റ് മെത്തേഡുകളും ഡയറ്റുകളും ഫോളോ അപ്പ് ഒക്കെ നമ്മൾ നൽകുന്നതായിരിക്കും. അപ്പൊ താഴെ കാണുന്ന എന്റെ വാട്സപ്പ് നമ്പർ നിങ്ങൾക്ക് അതിൽ കോൺടാക്ട് ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് വേണ്ട രീതി കറക്റ്റ് ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഈ ഒരു നോമ്പ് കഴിയുമ്പോഴേക്ക് ഒരു നല്ല ഒരു ഹെൽത്തി റിസൾട്ടിലേക്കും ഒരു ഹെൽത്തി വെയിറ്റിലേക്കും എത്താൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രത്യേകം ആശംസിക്കുന്നു. നമ്മുടെ ലൈഫ് ചേഞ്ച് ചെയ്യാനും ഹെൽത്തി ആവണം നമുക്ക് കിട്ടുന്ന ഇത്തരം അവസരങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തി എല്ലാവരും ഹെൽത്തി ആകാൻ വേണ്ടി ശ്രമിക്കുക. എല്ലാവിധ സപ്പോർട്ടും ഗൈഡൻസും അതിനുവേണ്ടി നമുക്ക് ഉണ്ടാകും. ഓക്കെ, ഇപ്പോൾ തന്നെ എന്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.